നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ. ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങളിലേക്ക് സ്വാഗതം. കോടതിയെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രചാരണത്തിൽ കടുത്ത അതൃപ്തിയുമായി സുപ്രീം കോടതി. നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നത് ഗൗരവത്തോടെ കാണും. കോടതിയുടെ വിശ്വാസ്യത തകർക്കാൻ ചിലർ നോക്കുന്നു എന്നാണ് സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ചത്. കെട്ടിക്കിടക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവുമായ പ്രസ്താവനകൾ പ്രചരിക്കുന്നതിനെ അപലപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ദുരുപയോഗം നടത്തുന്നതിനെക്കുറിച്ച് സുപ്രീം കോടതി ഗുരുതരമായ നിരീക്ഷണങ്ങളാണ് നടത്തിയത്. കോടതിയിൽ കെട്ടിക്കിടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സന്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, ലേഖനങ്ങൾ തുടങ്ങിയവ പോസ്റ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ വൻതോതിലുള്ള ദുരുപയോഗമാണ് നടക്കുന്നത്. ഇത് തികച്ചും ആശങ്കാജനകമാണെന്ന് ജസ്റ്റിസുമാരായ അനിരുദ്ധ ബോസ്, ബേല എം ത്രിവേദി എന്നിവരടങ്ങിയ ബെഞ്ച് വിലയിരുത്തി. വിമർശനങ്ങൾ നേരിടാൻ ജഡ്ജിമാരുടെ ചുമലുകൾ വിശാലമാണ്. പക്ഷേ തീർപ്പ് കൽപ്പിക്കാത്ത കേസുകളുമായി ബന്ധപ്പെട്ട് അഭിപ്രായ പ്രകടനത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തിൻ്റെ മറവിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ കൂടെ വരുന്ന കമൻറ്റുകളും പോസ്റ്റുകളും അതീവ ഗൗരവതരമാണെന്ന് സുപ്രീം കോടതിയുടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. അഭിഭാഷകർ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ജഡ്ജിമാർ പ്രതികരിക്കുന്നത് വളരെ സാധാരണമാണ്. ചിലപ്പോൾ ഒരു കക്ഷിയെ അനുകൂലിച്ചും ചിലപ്പോൾ എതിർത്തുമെല്ലാം കോടതിയിൽ നിരീക്ഷണങ്ങൾ വന്നേക്കാം. എന്നാൽ വസ്തുതകളെ വളച്ചൊടിക്കുന്നതോ ശരിയായ വസ്തുതകൾ വെളിപ്പെടുത്താത്തതോ ആയ അഭിപ്രായങ്ങളോ സന്ദേശങ്ങളോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിനുള്ള അവകാശം കക്ഷികൾക്കോ അവരുടെ അഭിഭാഷകർക്കോ ഇല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിലെ കെ ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി ശരിവെച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആരോപിച്ച് 2021 എതിർ സ്ഥാനാർത്ഥി CPIM-ലെ എം സ്വരാജ് നൽകിയ ഹർജി ജസ്റ്റിസ് PG അജിത് കുമാർ തള്ളി. UDF വിതരണം ചെയ്ത സ്ലിപ്പിൽ ശബരിമല അയ്യപ്പൻ്റെ ചിത്രം ഉപയോഗിച്ചു എന്നതായിരുന്നു പ്രധാന ആക്ഷേപം. സ്ലിപ്പിൻ്റെ പകർപ്പ് ഉൾപ്പെടെ തെളിവായി ഹാജരാക്കിയെങ്കിലും അതിൻ്റെ ആധികാരികത തെളിയിക്കുന്നതിൽ ഹർജിക്കാരൻ പരാജയപ്പെട്ടതായി ഹൈക്കോടതി വിലയിരുത്തി. ക്രമക്കേട് സംശയാതീതമായി തെളിയിക്കാനായിട്ടില്ല. അയ്യപ്പൻ്റെ പടം വെച്ച് താൻ സ്ലിപ്പ് അച്ചടിച്ചിട്ടില്ലെന്നും കൃത്രിമമായി ചമച്ച രേഖയാണ് ഹാജരാക്കിയിരിക്കുന്നതെന്നും അതിൻ്റെ ആധികാരികത തെളിയിക്കാൻ സ്വരാജിന് ബാധ്യതയുണ്ടെന്നും കെ ബാബു വാദിച്ചു. സ്ലിപ്പ് വിതരണത്തെക്കുറിച്ച് സ്വരാജിന് നേരിട്ടുള്ള അറിവില്ല, പ്രവർത്തകർ പറഞ്ഞുള്ള അറിവ് മാത്രമേയുള്ളൂ എന്നും കോടതി വിലയിരുത്തി. ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴി സ്ലിപ്പ് വിതരണം ചെയ്യാൻ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നുവെന്നും പാർട്ടി പ്രവർത്തകരെ അതിന് നിയോഗിച്ചിട്ടില്ലെന്നും ബാബു വാദിച്ചു. കളക്ടർക്ക് നൽകിയ അപേക്ഷയുടെയും തുടർ നടപടികളുടെയും പകർപ്പ് ഹാജരാക്കിയത് കോടതിക്ക് ബോധ്യപ്പെട്ടു. ഹർജി ഭാഗം സാക്ഷികളുടെ മൊഴികളിൽ അവ്യക്തതയുണ്ടെന്നും സ്ലിപ്പ് തങ്ങൾക്ക് ലഭിച്ചെന്ന അവരുടെ വാദം സംശയാസ്പദമാണെന്നും ഹൈക്കോടതി പറഞ്ഞു. സാധൂകരിക്കാവുന്ന മറ്റു തെളിവുകളോ സാഹചര്യങ്ങളോ ഇല്ലാതെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ആരോപണം കണക്കിലെടുക്കാനാവില്ലെന്നും പറഞ്ഞു. 992 വോട്ടുകൾക്കാണ് ബാബു സിറ്റിംഗ് MLA എം സ്വരാജിനെ പരാജയപ്പെടുത്തിയത്. ഉത്സവകാലത്ത് അവശ്യ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാൻ റംസാൻ, വിഷു ചന്തകൾ തുടങ്ങാൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതി അനുമതി നൽകി. ചന്ത തുടങ്ങാൻ 14.74 കോടി രൂപ മുടക്കി 13 ഇനം സാധനങ്ങൾ വാങ്ങിയെന്ന സർക്കാരിൻ്റെ വിശദീകരണവും പൊതു താൽപ്പര്യവും പരിഗണിച്ചാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അനുമതി നൽകിയത്. ഉത്സവ ചന്തകൾക്ക് അനുമതി നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ഇതോടെ സംസ്ഥാനത്തെ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിൽ ഉത്സവ ചന്തകൾ പ്രവർത്തനം തുടങ്ങി. സംസ്ഥാനത്ത് 300 ചന്തകളാകും പ്രവർത്തിക്കുകയെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M മെഹബൂബ് പറഞ്ഞു. വോട്ടർമാരെ സ്വാധീനിക്കുന്ന നടപടികൾ ഉണ്ടാകരുതെന്നതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് അർഹമായ ആനുകൂല്യം നിഷേധിക്കപ്പെടരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ചന്തകളെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കരുതെന്നും ഇത് സംബന്ധിച്ച് സർക്കാർ പ്രചാരണം നൽകരുതെന്നും ഉത്തരവിൽ പറഞ്ഞു. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടിയെടുക്കാമെന്നും ഉത്തരവിലുണ്ട്. മാർച്ച് 6 തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഇതോടെയാണ് അനുമതി തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിലാണ് കമ്മീഷൻ അനുമതി നിഷേധിച്ചത്. വിഷു ചന്തകൾ വഴി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്ന് സർക്കാരിൻ്റെയും കൺസ്യൂമർ ഫെഡിൻ്റെയും അഭിഭാഷകർ ഉറപ്പ് നൽകി. സർക്കാരിന് വേണ്ടി സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ PP താജുദ്ദീൻ, കൺസ്യൂമർ ഫെഡിന് വേണ്ടി അഡ്വക്കേറ്റ് M ശശീന്ദ്രൻ എന്നിവർ ഹാജരായി.
കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിലെ പ്രതികൾ കോടതിയിൽ കീഴടങ്ങി ജാമ്യമെടുക്കണമെന്ന് ഹൈക്കോടതി. പ്രതികളെ വെറുതെ വിട്ട സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചാണ് നടപടി. 1, 2, 3 പ്രതികളായ അജേഷ്, നിതിൻ കുമാർ, അഖിലേഷ് എന്നിവർക്ക് ഹൈക്കോടതി ഇത് സംബന്ധിച്ച് നോട്ടീസ് അയച്ചു. നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനകം പ്രതികൾ കാസർഗോഡ് സെഷൻസ് കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കണം. ഹാജരാകാതിരുന്നാൽ ജാമ്യമില്ലാ വാറണ്ട് ഇറക്കാം. അപ്പീൽ ഹർജി പരിഗണിക്കുന്ന കാലയളവിൽ പ്രതികൾ ഹൈക്കോടതിയുടെ പരിധി വിട്ട് പോകരുത്. ഇത് സെഷൻസ് കോടതി ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞു. പ്രതികൾ പാസ്പോർട്ട് ഹാജരാക്കണമെന്നും ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഹർജി പരിഗണിച്ചുകൊണ്ട് പറഞ്ഞു. 2017 മാർച്ച് 20 രാത്രി മധൂർ മുഹീദ്ദീൻ പള്ളിയിൽ കയറി റിയാസ് മൗലവിയെ കൊന്നുവെന്നാണ് കേസ്. മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പോടെ RSS പ്രവർത്തകർ കരുതിക്കുട്ടി നടത്തിയ കൊലപാതകമാണിതെന്ന് അപ്പീലിൽ സർക്കാർ വ്യക്തമാക്കി. തെളിവുകൾ ഹാജരാക്കിയിട്ടും വിചാരണ കോടതി അവഗണിച്ചെന്നും പ്രതികളെ വെറുതെ വിട്ട ഉത്തരവ് നിയമവിരുദ്ധവും നീതിന്യായ ബോധത്തെ ഞെട്ടിക്കുന്നതുമാണെന്നും സർക്കാർ അപ്പീലിൽ ചൂണ്ടിക്കാട്ടി. ആലുവയിൽ നമ്പരിടാത്ത കെട്ടിടത്തിൽ DJ പാർട്ടി നടത്തി ബാർ കൗണ്ടറിന് സമാനമായ രീതിയിൽ അനധികൃതമായി മദ്യം വിൽപ്പന നടത്തിയെന്ന എക്സൈസ് കേസിൽ കെട്ടിട ഉടമയായ PV അൻവർ MLA പ്രതിയാക്കിയില്ലെന്നാരോപിച്ച് നൽകിയ ഹർജിയിൽ 4 ആഴ്ചയ്ക്കകം ഉചിതമായ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഹർജിക്കാരനായ മലപ്പുറം സ്വദേശി KV ഷാജി ജനുവരി 15 നൽകിയ നിവേദനത്തിൽ തീരുമാനമെടുക്കാനാണ് ജസ്റ്റിസ് K ബാബു ഉത്തരവിട്ടത്. ആലുവയിൽ ജോയി മാത്യു ക്ലബ്ബ് എന്ന കെട്ടിടത്തിൽ 2018 ഡിസംബർ 8 ആലുവ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിൽ 19 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും 6 ലിറ്റർ ബിയറും എക്സൈസ് സംഘം പിടിച്ചെടുത്തിരുന്നെന്ന് ഹർജിയിൽ പറഞ്ഞു. കേസിൽ 5 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഈ കെട്ടിട ഉടമയായ PV അൻവറിനെയും സൂക്ഷിപ്പുകാരൻ അലി അക്ബറിനെയും പ്രതി ചേർത്തില്ല. രാഷ്ട്രീയ സ്വാധീനം മൂലം ഇരുവരെയും എക്സൈസ് ഉദ്യോഗസ്ഥർ ഒഴിവാക്കിയെന്നാണ് പരാതിക്ക് ആധാരമായ സംഭവം. ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ള ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് 10% കരാർ തുക മുൻഗണനയും മറ്റാനുകൂല്യങ്ങളും നൽകുന്ന സർക്കാർ ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് കരാർ തുകയിൽ മുൻഗണന അനുവദിക്കുന്ന 1974 ഉത്തരവ് ചോദ്യം ചെയ്ത് ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻസ്, ബിൽഡേഴ്സ് അസോസിയേഷൻ തുടങ്ങിയവ നൽകിയ ഹർജികളും അപ്പീലുകളും തള്ളിയാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. നാടിന്റെ പുരോഗതിക്ക് സഹകരണ മേഖല പ്രധാനമാണെന്നും അവയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും വിലയിരുത്തിയാണ് ഹർജി തള്ളിയത്. സ്വകാര്യ കരാർ കമ്പനികൾ നൽകുന്ന ഏറ്റവും കുറഞ്ഞ ടെൻഡർ തുകയുടെ 10% വരെ അധികം കോട്ട് ചെയ്താലും ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് കരാർ നൽകണമെന്നാണ് നിയമം. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് സാമ്പത്തിക പരിധിയില്ലാതെ കരാറുകൾ നൽകാനുള്ള സർക്കാർ ഉത്തരവും ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. 6 സർക്കാർ ഉത്തരവുകളാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. ഈ ഉത്തരവുകളെല്ലാം ഭരണഘടനാനുസൃതവും നിയമാനുസൃതവുമാണെന്ന് കോടതി വ്യക്തമാക്കി. സാമൂഹിക സാമ്പത്തിക നീതി ഉറപ്പാക്കാനും സാമ്പത്തിക അന്തരം ഇല്ലാതാക്കാനുമാണ് ഇത്തരം ഉത്തരവുകളെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് M ശശീന്ദ്രൻ ഹാജരായി. കോൺഗ്രസ് മുഖപത്രമായ നാഷണൽ ഹെറാൾഡിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും 752 കോടി രൂപയുടെ ആസ്തികൾ കണ്ടുകെട്ടിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി ശരിവെച്ച് PMLA അതോറിറ്റി. കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടതാണ് ആസ്തികളെന്ന EDയുടെ വാദം അംഗീകരിച്ചാണ് അപ്പലേറ്റ് അതോറിറ്റി കണ്ടുകെട്ടൽ നടപടി ശരിവെച്ചത്. കഴിഞ്ഞ വർഷം നവംബർ 20 നാഷണൽ ഹെറാൾഡ് ദിനപത്രത്തിൻ്റെയും അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ്, യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നിവയുടെയും ആസ്തികൾ ED കണ്ടുകെട്ടിയത്. മൊത്തം 751.19 കോടിയുടെ ആസ്തികൾ കണ്ടുകെട്ടി. PMLA നിയമപ്രകാരം ആസ്തികൾ കണ്ടുകെട്ടിയ EDയുടെ നടപടി ശരിയാണോ എന്ന് 180 ദിവസത്തിനുള്ളിൽ PMLA അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി തീരുമാനമെടുക്കണം. ആസ്തികൾ കണ്ടുകെട്ടിയ ED നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന കോൺഗ്രസിന്റെ വാദം അതോറിറ്റി തള്ളി. കണ്ടുകെട്ടിയ ആസ്തികൾ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമല്ലെന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകൾ ബന്ധപ്പെട്ട കമ്പനികൾ ഹാജരാക്കിയിട്ടില്ലെന്ന് PMLA അതോറിറ്റി ഉത്തരവിൽ പറഞ്ഞു. അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡും യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണെന്നാണ് EDയുടെ അവകാശവാദം. യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥരായ സോണിയയ്ക്കും രാഹുലിനും അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ 100 കണക്കിന് കോടികൾ വരുന്ന ആസ്തികൾ കൈമാറാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ദുരൂഹ ഇടപാടുകൾ നടന്നതെന്നും ED ആരോപിച്ചു.
ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ BRS നേതാവ് കെ കവിതയെ ഇഡിക്ക് പിന്നാലെ CBIയും അറസ്റ്റ് ചെയ്തു. നിലവിൽ തിഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള കവിതയെ ചോദ്യം ചെയ്യാൻ ഡൽഹി കോടതി CBIക്ക് അനുമതി നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ CBI സംഘം കവിതയെ ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വെള്ളിയാഴ്ച കവിതയെ കോടതിയിൽ ഹാജരാക്കി CBI റിമാൻഡിന് അപേക്ഷ നൽകും. കോടതി റിമാൻഡ് അനുവദിച്ചാൽ CBI ആസ്ഥാനത്തെ ലോക്കപ്പിലേക്ക് മാറ്റിയേക്കും. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യൻ ലോബിയും ആം ആദ്മി പാർട്ടി നേതാക്കളുമായുള്ള ഇടപാടുകൾക്ക് മധ്യസ്ഥത വഹിച്ചത് കവിതയാണെന്നാണ് ഇഡിയുടെ ആരോപണം. ഗുജറാത്തിലെ ഹിന്ദുക്കൾ ബുദ്ധ, ജൈന, സിഖ് മതങ്ങളിലേക്ക് മാറുന്നതിന് മുമ്പ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ മുൻകൂർ അനുവാദം വാങ്ങണമെന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. 2003 ഗുജറാത്ത് മതസ്വാതന്ത്ര്യ നിയമം അനുസരിച്ച് മതം മാറുന്നതിന് മുൻകൂർ അനുമതി അനിവാര്യമാണെന്നാണ് ഉത്തരവ്. ഗുജറാത്തിൽ ദളിത് വിഭാഗക്കാർ കൂട്ടത്തോടെ ബുദ്ധമതത്തിലേക്ക് മാറുന്നത് പതിവാണ്. 2023 മാത്രം ഏകദേശം 2000-ലേറെ ദളിതർ ബുദ്ധമതം സ്വീകരിച്ചിരുന്നു. ഇതിനെ തടയിടുന്നതിനാണ് സർക്കാരിന്റെ നീക്കം. മതമാറ്റത്തിനുള്ള അപേക്ഷകൾ ജില്ലാ മജിസ്ട്രേറ്റുമാർ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതെന്നാണ് സർക്കാരിന്റെ പരാതി. നിയമപ്രകാരം മതം മാറുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമുണ്ടെങ്കിലും ഹിന്ദുമതത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്ക് മാറാൻ അതിന്റെ ആവശ്യമില്ലെന്ന ധാരണ ശക്തമാണ്. അതുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് സർക്കുലർ പുറപ്പെടുവിച്ചതെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. നിശ്ചിത ഫോമിൽ ജില്ലാ മജിസ്ട്രേറ്റിന് മുൻകൂർ അനുമതിക്കായി അപേക്ഷിക്കണം. അവ സൂക്ഷ്മമായി പരിശോധിച്ചതിനും അന്വേഷിച്ചതിനും ശേഷം ജില്ലാ മജിസ്ട്രേറ്റുമാർ തുടർ നടപടി സ്വീകരിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. അതേസമയം ബുദ്ധമതത്തിന് ഹിന്ദുമതവുമായി ഒരു ബന്ധവുമില്ലെന്ന് തെളിയിക്കുന്ന നടപടിയായതിനാൽ സർക്കാർ നിലപാട് സ്വാഗതാർഹമാണെന്ന് ഗുജറാത്ത് ബുദ്ധിസ്റ്റ് അക്കാദമി സെക്രട്ടറി പ്രതികരിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിന് ഭരണഘടന പ്രകാരം വിലക്കില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾക്കായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിച്ചത് ന്യായമാണെന്നും ഏകപക്ഷീയമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ നൽകുന്നത് നിർത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ, ജസ്റ്റിസ് മൻമീത്, PS അറോറ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത്. 2022 ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഗ്രീൻ പാർക്കിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലോകേഷ് കുമാർ നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത്. ഇന്ത്യയിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾ നിരക്ഷരരായിരുന്നു. അതിനാൽ ഒരുപാട് ആലോചനകൾക്ക് ശേഷമാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് രീതി ഇന്ത്യയിൽ കൊണ്ടുവന്നതെന്നും ബെഞ്ച് പറഞ്ഞു. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 പ്രകാരം ഹർജിക്കാരൻ്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കാതെ സംവരണ ചിഹ്നങ്ങളില്ലാതെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങൾ അവസാനിക്കുന്നു. നമസ്കാരം.